അംബ്രല്ല ഫ്രോക്കിന്റെ അംബ്രല്ല സ്ലീവിലൊക്കെ എൻഡ് വശം ഇന്റർലോക്ക് ചെയ്ത പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എൻഡ് വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മാക്സിമം എൻഡിലൂടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം ഈ ഒരു എൻഡിൽ കൂടെ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിൻടക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന പോലെ ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം മതി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കിയ ശേഷം മെഷീൻ്റെ അടിയിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് വിട്ട് എൻഡിലൂടെ ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചു കൊടുക്കാനൊന്നും പാടില്ല. കറക്റ്റായിട്ട് ഇതുപോലെ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം എൻഡിലൂടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ എൻഡ് വശം ഇതുപോലെ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചേർന്ന് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് പൊട്ടിപ്പോയത് സ്റ്റിച്ച് ചേർന്നിട്ട് ഇതുപോലെ എൻഡിലൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻഡിൽ ഇതുപോലെ നല്ലൊരു കട്ടിയുള്ള ഡിസൈൻ കാണാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു എൻഡ് വശം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കി അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിരിഞ്ഞ് പോകാൻ പാടില്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാക്സിമം ചേർത്ത് എൻഡിലൂടെ തന്നെ മടക്കി കൊടുക്കുക. അതിന് ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളിവൊന്നും കൂടാണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻ്റർലോക്ക് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എൻഡ് വശം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് വശം എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. കണ്ടോ, എൻ്റെ വശം നല്ല അടിപൊളിയായിട്ട് ചുളിവൊന്നും കൂടാണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് അതേ ഒരു ഫിനിഷിങ് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.